بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തുൽ ഖസസ് 76, 77 ഈ രണ്ട് വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ന ഖാറൂന, ഇവിടെ ഇന്ന എന്ന് പറയുമ്പോൾ നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ഇന്ന ഖാറൂന, ഖാറൂന എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീമാണ്, ഇസ്തിഅലാന്റെ അക്ഷരമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും തഫ്ഖീം നിലനിർത്തണം. ഖാഫ് ഖുവ്വത്തിൻ്റെ സിഫത്തുകളുള്ള കടുപ്പമുള്ള ഒരക്ഷരമാണ്. ഖാഫ് നാവിൻ്റെ അങ്ങേ അറ്റം ആണ് ഖാഫിൻ്റെ മഖ്റജ്, അഖ്സൽ ലിസാൻ. ഖാറൂന, ഖാറൂന അത് കാഫിലേക്ക് അടുത്ത് പോകരുത്. ഇന്ന ഖാറൂന, റാഇനും തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. ഇന്ന ഖാറൂന കാന, കാന അവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഖാറൂന പറഞ്ഞപ്പോൾ അലിഫിൻ്റെ ഉച്ചാരണവും കാന എന്ന് പറയുമ്പോൾ അലിഫിൻ്റെ ഉച്ചാരണം. കാഫ് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, ഖാഫ് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണെങ്കിൽ അതിന് നേർ വിപരീതമായ സിഫത്താണ് ഇസ്തിഫാൽ. കാന ഇവിടെ അലിഫിലും തർത്തീഖാണെന്നർത്ഥം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി, ഈ പദത്തിൽ സാക്കിനത്താ നൂൻ ശേഷം ഖാഫ്, ഇഖ്ഫാ ഹഖീഖി എന്നതാണ് നിയമം. ഖാഫിന് സാക്കിനത്താ നൂനിനെ മറച്ചു മണിക്കണം. സാക്കിനത്താ നൂനിനെ മറച്ചു മണിച്ച് അവ്യക്തമാക്കി മണിക്കുക എന്നർത്ഥം. ഈ മണിക്കലിൽ തഫ്ഖീം വരണം, കാരണം ശേഷം ഖാഫ് തഫ്ഖീമിൻ്റെ അക്ഷരമാണ്, തടിപ്പിച്ചുച്ചരിക്കേണ്ട. ഇപ്പോൾ നാം സൂചിപ്പിച്ച ഇസ്തിഅലാന്റെ ഹർഫാണ്. അപ്പോൾ ആ തഫ്ഖീം നൂനിൻ്റെ ഉച്ചാരണത്തിലും ഉണ്ടാകുമെന്നർത്ഥം. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, ഖാഫിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം ഉണ്ട്. ഖാറൂന എന്ന് പറഞ്ഞപ്പോൾ അലിഫ് തൊട്ടു മുമ്പിലുള്ള അക്ഷരത്തെ, ഏതക്ഷരത്തെയാണോ ദീർഘിപ്പിക്കുന്നത് ആ അക്ഷരത്തെ തഫ്ഖീമിലും തർക്കീഖിലും പിന്തുടരും. ഖാറൂന കാന, രണ്ടും തമ്മിലുള്ള വ്യത്യാസം നാം സൂചിപ്പിച്ചു. എന്നാൽ അതേപോലെ സാക്കിനത്തായ നൂനും തൻവീനും ശേഷമുള്ള അക്ഷരത്തിൻ്റെ തഫ്ഖീമിനും തർക്കീഖിനും അനുസരിച്ച് ഇവയുടെ മണിക്കലിലും തഫ്ഖീമും തർക്കീഖും നൽകണം. അതാണ് മിൻ ഖൗമി, മിൻ, മിൻ അല്ലെ മീൻ എന്നിങ്ങനെ തർക്കീഖല്ല കൊടുക്കേണ്ടത്, നൂനിനെ വെളിവാക്കുകയും ചെയ്യരുത്. അപ്പോൾ പിന്നെ എങ്ങനെയാ മിൻ ഖൗമി എന്ന് പറയണം. രണ്ട് ഹറക്കത്തിൻ്റെ അളവിലാണ് മണിക്കേണ്ടത്. മിൻ ഖൗമി മൂസ, മൂസ സീനിൻ്റെ അലിഫ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തർക്കീഖാണ്. മൂസ ഫബഗാ, അവിടുത്തെ അലിഫിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ. ഫബഗാ, ഗൈന് തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാന്റെ അക്ഷരമാണ്. ഹൽക്കിൻ്റെ ഇങ്ങേ അറ്റമാണ്, മേലെ അറ്റം. അതിനാൽ ഹൽക്കിൽ നിന്നാണ് ഗൈൻ ഉച്ചരിക്കുക. അപ്പോൾ നമ്മൾ ഖാഫ് പറഞ്ഞു, അതിൻ്റെ നേരെ താഴെ ഹൽക്ക്, തൊണ്ട ആരംഭിക്കുന്നിടത്ത്. അപ്പോൾ ഫബഗാ, ഫബഗാ അലൈഹിം, ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. വആതൈനാഹു, വആതൈനാഹു, വാവ് രണ്ട് ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം, സൂക്ഷിക്കുക. എന്ന് ചുണ്ടുകൾ കൂട്ടി അല്ലെങ്കിൽ കൂർപ്പിച്ച് വെച്ച് വൃത്താകൃതിയിലാകുന്ന അവസ്ഥയിലാണ് വാവ് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവുക.
വആതൈനാഹു ആതൈനാഹു. ഈ ദീർഘത്തിൻ്റെ പേരാണ് മദ്ദുൽ ബദൽ. ഇബ്ദാൽ ചെയ്യപ്പെട്ട അക്ഷരമാണത്. വ്യാകരണ ശാസ്ത്രപ്രകാരം ഇബ്ദാൽ എന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, സംഭവിച്ചിട്ടുള്ളത്. ഹംസയും ശേഷം ഹംസയും, രണ്ട് ഹംസകൾ വരുന്നു, രണ്ടാമത്തേതിന് സുക്കൂന്. അപ്പോൾ അസ്ൽ എന്താണ്? അഇത്തൈനാഹു എന്നാണ്. അഇത്തൈനാഹു അതായുടെ അഫ്അല വസ്ന് എന്നർത്ഥം. അപ്പം ഇവിടെ ആതൈനാഹു എന്ന് അതിനെ അലിഫാക്കി മാറ്റുന്നു. ഈ ദീർഘത്തിനാണ് മദ്ദുൽ ബദൽ എന്ന് പറയുക. രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ നമ്മുടെ റിവായത്ത് പ്രകാരം അവിടെ ദീർഘം വരികയുള്ളൂ. അപ്പോൾ വആതൈനാഹു മിനൽ കുനൂസി, മിനൽ കുനൂസി, മിൻ എന്നുള്ള സാക്കിനത്തായ നൂൻ്റെ നൂന് പോയി. എന്തിനു വേണ്ടി? ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ വേണ്ടി ഹറക്കത്തായി മാറും. മിനൽ കുനൂസി മാ ഇന്ന, മാ എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മാ ഇന്ന മഫാതിഹ, ഇന്ന നൂൻ മുഷദ്ദദയെ മണിക്കണം, സൂചിപ്പിച്ചു തുടക്കത്തിൽ തന്നെ. മഫാതിഹഹു ലതനൂഉ, മഫാതിഹഹു ഹാഇൻ്റെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ്. ലതനൂഉ ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. വാവിനെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മുത്തസിൽ എന്നാൽ ചേർന്ന് വന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീർഘാക്ഷരമായ വാവും ശേഷം ഹംസയും ഒറ്റ പദത്തിൽ വന്നു എന്നതാണ്. ബിൽ ഉസ്ബതി, ബിൽ ഉസ്, ഐന് വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. സ്വാദ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, ഇത്ബാഖിൻ്റെ അക്ഷരമാണ്. ബിൽ ഉസ്ബതി ഇസ്തിഅലാൻ്റെ ഹർഫ് 7 എണ്ണത്തിൽപ്പെട്ടതാണ്. ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ, ഉലി അൽ ഖുവ്വ. ഇവിടെ യാഇനെ ഹദ്ഫ് ചെയ്യുന്നു. ദീർഘാക്ഷരമായ യാ ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ വേണ്ടി ഒഴിവാക്കി. ഉലിൽ ഖുവ്വതി ഇദ് ഖാല ലഹു ഖൗമു, അൽ ഖുവ്വ ഖാഫിന് നിസ്ബിയ തഫ്ഖീമുണ്ട്, ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. വീണ്ടും ഇദ് ഖാല, ഇദ് ദാല് വ്യക്തമാക്കി ഉച്ചരിക്കണം. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ അല്ലേ, നാവിൻ്റെ അറ്റം അതിൻ്റെ ലേശം മുകളിൽ നിന്ന് മേലെ മുൻപല്ലിനോട് ചേർത്തിട്ടാണ് ദാൽ ഉച്ചരിക്കുക. ളഹ്റു തുറഫിൽ ലിസാൻ മഅ അത്റാഫി അസ്സനാൽ ഉലിയ. ഇദ് റഖാവത്തിൻ്റെ ലൂസാക്കി പറയേണ്ട അക്ഷരമാണ്. അപ്പോൾ ഇദ് ഖാല, ഖാഫിനും അലിഫിനും തഫ്ഖീം തടിപ്പിച്ച് പറയാം. ഇദ് ഖാല ലഹു ഖൗമുഹു ഇവിടെയൊക്കെ എന്താണ്? ഹാ ഉദ്ദമീറിന് സിലത്തിൻ്റെ ദീർഘം കൊടുക്കണം. മദ്ദു സിലത്തി സുഗ്റ. ഖാല ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ്. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂനാണ്. ല ഖൗമു എന്നിങ്ങനെയാണ് വഖഫ് ചെയ്യുക. ലാ തഫ്റഹ്, ലാ തഫ്റഹ്. റാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ഹാ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. അതിൻ്റെ സുക്കൂൻ വ്യക്തമാക്കി ഉച്ചരിക്കുക. റഖാവത്തിൻ്റെ അക്ഷരമാണ്, ലൂസാക്കി പറയണം. ലാ തഫ്റഹ് ഇന്നല്ലാഹ, വീണ്ടും ഷദ്ദുള്ള നൂനിൽ നിന്ന് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തടിപ്പിക്കണം, തഫ്ഖീം ചെയ്യണം. ഇന്നല്ലാഹ. അപ്പോൾ ഒരു കാരണവശാലും നാവ് മുന്നിലോട്ട് വന്ന് പല്ലിൽ ടച്ച് ചെയ്യരുത്. ലാം എവിടെയാണോ അവിടെ നിന്നോളം നാവ് ലാമിൻ്റെ മഖ്റജിൽ. അല്ലാഹ് എന്ന് പറയുന്ന അതേ അവസ്ഥയ്ക്ക് തഫ്ഖീം കൊടുത്താൽ മതി. ഇന്നൽ അല്ലാഹ്, അല്ലാഹ് എന്ന് പറയാം. ആ ലാമിലേക്ക് തടിപ്പിച്ചുകൊണ്ട് ഇന്നല്ലാഹ്, മഖ്റജിൽ യാതൊരു മാറ്റവുമില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു
യുഹിബ്ബുൽ ഫരിഹീൻ. ലാ യുഹിബ്ബു വ്യക്തമാക്കി ഉച്ചരിക്കുക. അൽ ഫരിഹീൻ. റാഇന് തർക്കീഖാണ്, കസ്റായതുകൊണ്ട്. വീണ്ടും ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അൽ ഫരിഹീൻ. ഇവിടെ ഹാൻ്റെ കസ്റാണ് പ്രശ്നം പലർക്കും. പലരും ഈ കസ്റുള്ള ഹാ ഉച്ചരിക്കുമ്പോൾ അത് ഹാ പോലെ ആയി മാറിപ്പോകുന്ന അവസ്ഥയാണ്. അത് സൂക്ഷിക്കുക. വബ്തഗി ഫീമാ. വബ്തഗി. ഇവിടെ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ബാഇൻ്റെ സുക്കൂനിനെ ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. വബ് എന്ന് വ്യക്തമാക്കണം എന്നർത്ഥം. വബ്തഗി ഗൈനിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക, കസ്റായതുകൊണ്ട്. വബ്തഗി ഫീമാ ആതാകല്ലാഹ്. ഫീമാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. അലിഫും ശേഷം ഹംസയും രണ്ട് പദങ്ങളിൽ വേറിട്ട് വന്നു എന്നതാണ് മുൻഫസിൽ എന്ന് പേര് നൽകാൻ കാരണം. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഫീമാ ആതാക. നേരത്തെ ആതൈനാഹുവിൽ പറഞ്ഞ അതേ ദീർഘമാണ് ഇവിടെയും. മദ്ദുൽ ബദൽ. ആതാകല്ലാഹു. എല്ലാം തർക്കീഖിൻ്റെ ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. അല്ലാഹു എന്ന ഇസ്മുൽ ജലാല ഒഴികെ അതിലെ ലാമിനെ തഫ്ഖീം ചെയ്യണം. ആതാകല്ലാഹു അദ്ദാറ. അദ്ദാറൽ ആഖിറ. അദ്ദാറ. ദ എന്ന ശബ്ദം ദോ പറയേണ്ട ദ ഇസ്തിഫാലിൻ്റെ അക്ഷരത്തെ ദീർഘിപ്പിക്കുന്നു. റാഇന് പൂർണ്ണമായ തഫ്ഖീമാണ്. അദ്ദാറൽ ആഖിറ. അൽ എന്ന ദീർഘം അതും ഷബീഹും ബിൽ ബദലായി ഗണിക്കപ്പെടുന്നതാണ്. 2 ഹർക്കത്തിൻ്റെ അളവിലെ ദീർഘമുള്ളൂ. അൽ ആഖിറ. ഖാഇന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. അൽ ആഖിറ റാഇന് തഫ്ഖീമാണ്. അദ്ദാറൽ ആഖിറ. റാഇകളെയൊക്കെ സൂക്ഷിച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. വലാ തൻസ. സാക്കിനത്തായ നൂനും ശേഷം സീനുമാണ്. ഇഖ്ഫാ ഹഖീഖി എന്ന നിയമമനുസരിച്ച് മറച്ച് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. വലാ തൻസ. എന്താണ് ഇഖ്ഫായിൻ്റെ കൈഫിയ രൂപം? മണിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മറച്ചു മണിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇഖ്ഫാ ചെയ്യുക, അവ്യക്തമാക്കുക. നൂനിനെ അതിൻ്റെ മഖ്റജിൽ, അതായത് മേലെ മോണയിൽ തട്ടാതെ അല്പം അകറ്റി വെച്ചുകൊണ്ട് ഉച്ചരിക്കുക, മണിക്കുകയും ചെയ്യുക. വലാ തൻസ നസീബക. നസീബക. സ്വാദിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കണം, കസ്റായതുകൊണ്ട്. നസീബക മിനദ്ദുനിയ. സക്കിനത്തായ നൂൻ ശേഷം യാ ഒറ്റ പദത്തിൽ വന്ന സന്ദർഭമാണ്. ഇൽഹാർ മുത്ലഖ് എന്ന നിയമമനുസരിച്ച് നൂനിനെ അല്പം പോലും മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. ഇൽഹാർ മുത്ലഖ് നൽകപ്പെടുന്ന 4 പദങ്ങളാണുള്ളത്. അദ്ദുനിയ, ബുനിയാൻ, സിൻവാൻ, ഖിൻവാൻ. നൂനിന് ശേഷം യാവും വാവും ഒറ്റ പദത്തിലായി വന്ന 4 പദങ്ങൾ. ഇവിടെയൊക്കെയും ഇൽഹാർ മുത്ലഖാണ്. അപ്പോൾ വലാ തൻസ നസീബക മിനദ്ദുനിയ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹ്. അഹ്സിൻ എന്നതിലെ സാക്കിനത്തായ നൂൻ ഇഖ്ഫാ ഹഖീഖി മറച്ച് മണിച്ചുച്ചരിക്കുക. കമാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്, നേരത്തെ വന്നു. അതേ ദീർഘം തന്നെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വേണമെങ്കിൽ ഒഴിവാക്കി കമാ അഹ്സന എന്ന് ഖസ്ർ ചെയ്ത് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രം നൽകി മതിയാക്കാം. കമാ അഹ്സനല്ലാഹ്. കമാ അഹ്സനല്ലാഹു ഇലൈക്. അഹ്സനല്ലാഹു. അല്ലാഹു എന്ന ഇസ്മുൽ ജലാലയെ തഫ്ഖീം ചെയ്യണം, സൂചിപ്പിച്ചു കഴിഞ്ഞു. ലാമിനെ തടിപ്പിച്ച് പറയുക. ഇലൈക്. അവിടെ ഇലൈക എന്ന കാഫിന് ആരിദായ സുക്കൂനാണ്.
മദ് ആരിദ് ലിസുക്കൂൻ വന്നതുകൊണ്ട്. അപ്പോൾ അവിടെ 4 ഹറക്കത്തിൻ്റെ അളവ് വരെ മിതത്വം നൽകി തവസ്സുത്തിൻ്റെ ദീർഘം നൽകാം. ഇനി അതല്ല, ഇഷ്ബാ ചെയ്ത് 6 ഹറക്കത്തിൻ്റെ അളവിൽ പൂർത്തിയാക്കാം. ഇലൈക്, പക്ഷേ തവസ്സുത്താണ് നല്ല രീതിയായി സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഖസ്ർ ചെയ്ത് 2 ഹറക്കത്തിൻ്റെ അളവിൽ ഇലൈക് എന്ന് മതിയാക്കുകയും ആവാം, വസ്ലിലുള്ളതുപോലെ. അപ്പോൾ കമാ അഹ്സനല്ലാഹു ഇലൈക് വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. വലാ തബ്ഗി, ബാഇന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം. ഗൈനിന് കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഫിൽ അർദ് റാഇന് തഫ്ഖീം, ضادനും കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട്. വഖഫ് ചെയ്യുമ്പോൾ 2 സുക്കൂനാണ്. അപ്പോൾ ഫിൽ അർദ്, ഫിൽ അർദ്, അർദ് ضادന്റെ ഉച്ചാരണം ഇങ്ങനെ റഖാവത്തുള്ളത് കൊണ്ട് ആ ശബ്ദം ഇങ്ങനെ അല്പം എന്നിങ്ങനെ ഫിൽ അർദ് എന്ന് കേൾപ്പിച്ചുകൊണ്ട്, അർദ് എന്ന് ഖൽഖലയുടെ അവസ്ഥ വരരുത്, ശബ്ദം അങ്ങനെ ചലിക്കാതെ ഫിൽ അർദ് എന്ന് ഉച്ചരിക്കുക. ഇന്നല്ലാഹ നൂൻ മുഷദ്ദദയെ മണിക്കുക. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്ത് ലാം ഉച്ചരിക്കുക. ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ലാ യുഹിബ്ബു മേലെ വന്നു, ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഇവിടെ ലാ യുഹിബ്ബു വീണ്ടും വന്നു. ഹായിൽ ഉച്ചാരണം ശ്രദ്ധിക്കുക. അൽ മുഫ്സിദീൻ, ഫാവും സീനും ഒക്കെ ഹംസിൻ്റെ അക്ഷരങ്ങളാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. إن قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين